Hello friends, welcome to our next session. We have already examined the first two fundamental rights, that is right to equality and right to freedom. Now let us move on to our third fundamental rights, that is right against exploitation. Right against exploitation. Right against exploitation. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ഡിപ്രസ്ഡ് ക്ലാസ് ഓഫ് പീപ്പിൾ ഉണ്ട്. വിമൻ, അതുപോലെ തന്നെ ചിൽഡ്രൻ, അതേപോലെ തന്നെ ഡിപ്രസ്ഡ് എഡ്യൂക്കേഷനിൽ പൊളിറ്റിക്കലൊക്കെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും വിധേയരാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഒരു എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാപ്റ്റർ മുന്നോട്ട് വെച്ച 2 എക്സാമ്പിൾസ്. അതിൽ ഏഷ്യൻ ഗെയിംസിൻ്റെ സമയത്ത് ചില പുവർ വർക്കേഴ്സിന് അവരുടെ മിനിമം വേജ് പോലും കൊടുക്കാതെ അവരെ വർക്ക് ചെയ്യിച്ചു എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് അത് ആ സോഷ്യൽ സയൻറ്റിസ്റ്റ് പറഞ്ഞത് ഈ ഒരു കാര്യം എന്നുള്ളത് എന്താണ്, ബഗ്ഗറാണ്, അതായത് റെമ്യൂണറേഷൻ കൊടുക്കാതെ കമ്പൽസറി വർക്ക് ചെയ്യിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ പല ആളുകളും സമൂഹത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അധികാരമാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇൻ ദിസ് റൈറ്റ് വി ഹാവ് 2 articles, Article 23 and 24. Article 23 prohibits human trafficking. മനുഷ്യക്കടത്തിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 23 പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ബർഗർ ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ഫോഴ്സ്ഡ് ലേബർ അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, റെമ്യൂണറേഷൻ കൊടുക്കാതെ അവർക്ക് പേ ചെയ്യാതെ കമ്പൽസറി ആയിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളും പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 ആർട്ടിക്കിൾ 24 ചൈൽഡ് ലേബർ പ്രോഹിബിറ്റ് ചെയ്തിരിക്കുന്നു. ചൈൽഡ് ലേബർ പ്രോഹിബിഷൻ, അതായത് ഒരു കുട്ടികളെയും എംപ്ലോയ് ചെയ്യാൻ പാടില്ല. ഒരു ഡേഞ്ചറസ് ജോലികൾ, ഫാക്ടറി, മൈനിങ് പോലെയുള്ള ഡേഞ്ചറസ് ജോലിയിലേക്ക് ഒരു കുട്ടികളെയും എംപ്ലോയ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന റൈറ്റാണ് ആർട്ടിക്കിൾ 24 എന്നുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 23 and 24 ഡീൽസ് വിത്ത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ബഗ്ഗർ ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, അതുപോലെ ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ്, ഇതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന റൈറ്റാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നൗ ദ നെക്സ്റ്റ് റൈറ്റ് ഈസ് റൈറ്റ് ടു റിലീജിയൻ. Right to religion. From Article 25 to 28 deals with right to religion. Article 25 to 28 deals with right to religion. Article 25 says that people have the right to profess, practice, propagate any religion. എല്ലാ വ്യക്തികൾക്കും അവർ ഇഷ്ടപ്പെടുന്ന റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അത് സ്പ്രെഡ് ചെയ്യാനുള്ള അവകാശം ആർട്ടിക്കിൾ 25 നൽകുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫ്രീഡം ഓഫ് കൺസയൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇനി മതം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും എല്ലാം ഉള്ള സ്വാതന്ത്ര്യം റൈറ്റ് ടു ഫ്രീഡം ഓരോ വ്യക്തിക്കും നൽകുന്നുണ്ട്. സോ ആർട്ടിക്കിൾ 25 റൈറ്റ് ടു ഫ്രീഡം ഓഫ് പ്രൊഫസ്, പ്രാക്ടീസ്, പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ, അതുപോലെ തന്നെ റൈറ്റ് ടു കൺസയൻസ് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 26 എന്നുള്ളത് റിലീജിയസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ല അവർക്ക് റിലീജിയസ് അഫയേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അധികാരം. ഇൻഡിവിജ്വൽ ഹാവ് ദ റൈറ്റ് ടു അഡ്മിനിസ്റ്റർ ആൻഡ് എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിലീജിയസ് അഫയേഴ്സ് ആൻഡ് ചാരിറ്റി പർപ്പസ്. ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടും റിലീജിയസ് അഫയേഴ്സിന് വേണ്ടിയിട്ടൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാനും എംപ്ലോയ് ചെയ്യാനും അവർക്ക് അവരുടേതായ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനുള്ള അധികാരങ്ങൾ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആർട്ടിക്കിൾ 27 Article 27 is that no person shall be compelled to pay tax for the government for the maintenance of any particular religion. ഒരു റിലീജിയനും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിലീജിയൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒരാളും ഒരു ടാക്സും ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടതില്ല. അതായത് ഒരു തരത്തിലും ഗവൺമെൻറ് ഒരു പെർട്ടിക്കുലർ റിലീജിയനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഗവൺമെൻറ് എന്നുള്ളത് ഇക്വാളിറ്റിയാണ്, എല്ലാ റിലീജിയൻസിനും ഇക്വാളിറ്റി കൊടുക്കുന്നുണ്ട്.
എല്ലാ റിലീജിയനും തുല്യമാണ്. സ്റ്റേറ്റിൻ്റെതായ ഒരു റിലീജിയൻ ഇല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭരണഘടന പഠിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഇന്ത്യയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യ എന്നുള്ളത് ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. അതായത് ഒരു റിലീജിയനും പ്രത്യേക പരിഗണനയില്ല, സ്റ്റേറ്റിൻ്റെതായ റിലീജിയൻ ഇല്ല, എല്ലാവരും തുല്യമാണ്, അല്ലെങ്കിൽ എല്ലാ റിലീജിയനും തുല്യമാണ് എന്നുള്ള അവകാശം. അതാണ് ആർട്ടിക്കിൾ 25 to 28 മുന്നോട്ട് വയ്ക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് റൈറ്റ്, ആർട്ടിക്കിൾ 28, ഒരു ഗവൺമെൻറ് സ്കൂളുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒരു തരത്തിലുള്ള മത പഠനങ്ങളും പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഫണ്ടോടുകൂടി ഹോളി ഫണ്ട് സ്റ്റേറ്റ് ഫണ്ട് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും യാതൊരു തരത്തിലുള്ള റിലീജിയസ് അഫയേഴ്സോ അല്ലെങ്കിൽ റിലീജിയസ് ക്ലാസ്സുകളോ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം എന്നുള്ളത് നിങ്ങൾക്കൊരു വൈഡ് റൈറ്റ് നൽകുന്നുണ്ട്. ഏതൊരു ഇൻഡിവിജ്വലും അവൻ ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാനും അവൻ ഇഷ്ടപ്പെടുന്ന മതം പ്രൊഫസ് ചെയ്യാനും അത് പ്രാക്ടീസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അധികാരം ഭരണഘടന നൽകുന്നുണ്ട്. പലപ്പോഴും പലതരത്തിലുള്ള കോൺട്രവേഴ്സിക്കും കാരണമായിട്ടുള്ള റൈറ്റും കൂടിയാണിത്. കാരണം റൈറ്റ് ടു ആർട്ടിക്കിൾ 25 എന്നുള്ളത് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, സ്പ്രെഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അവിടെ ഈ ഒരു കമ്പൽസറി ആയിട്ട് മതം മാറ്റുക എന്നുള്ള കാര്യം പറഞ്ഞ് പലപ്പോഴും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25 എന്നുള്ളത്. അപ്പം ഭരണഘടന സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള കമ്പൽസറി ആയിട്ട് ഒരു കമ്പൽസറി കൺവെൻഷൻ ഭരണഘടന സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിലേക്ക് മറ്റുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിൻ്റെ നന്മയും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ അറിയിക്കാനും പറയാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്നുള്ളത് ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. ഇന്ത്യ എന്നുള്ളത് ഇന്ത്യക്കൊരു സ്റ്റേറ്റിൻ്റെ ഒരു റിലീജിയനും ഇല്ല, എല്ലാ റിലീജിയനും തുല്യമാണ് ഇന്ത്യയിൽ എന്നുള്ളതാണ് ആർട്ടിക്കിൾ 25 to 28. നെക്സ്റ്റ് വി ഹാവ് cultural and educational right. From article 29 to 30 deals with cultural and educational right. Article 29 to 30 deals with cultural and educational right. This right deals with the right of cultural, religious minorities, linguistic minorities. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന പല ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഉണ്ട്. മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ മൈനോറിറ്റീസ് റിലീജിയസ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ കൾച്ചറൽ മൈനോറിറ്റീസ് റിഫേഴ്സ് ദാറ്റ് those group which are outnumbered by the majority group അല്ലെങ്കിൽ they possess a common script, a common culture, a common language, but these groups ഈ ഗ്രൂപ്പുകൾ എന്താണ് ഔട്ട്നംബേർഡ് ആണ് മറ്റ് സോഷ്യൽ ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം, മേജർ സോഷ്യൽ ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ കൺട്രി ആസ് എ ഹോൾ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരുടെ നമ്പർ വളരെ കുറവാണ്. അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ റിലീജിയസ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് കൾച്ചറൽ മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈനോറിറ്റീസിന് അവർക്ക് ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 29 to 30 ഡീൽസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് അവരുടെ അവകാശങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ആർട്ടിക്കിൾ 29 എന്നുള്ളത്, ആർട്ടിക്കിൾ 29 പറയുന്നത് ദീസ് മൈനോറിറ്റീസ്, അതായത് ലിംഗ്വിസ്റ്റിക്, കൾച്ചറൽ ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു പ്രൊട്ടക്റ്റ്, ഹാവ് ദ റൈറ്റ് ടു പ്രിസർവ് ദെയർ കൾച്ചർ, ട്രഡീഷൻ, കസ്റ്റം. ഇത്തരം മൈനോറിറ്റീസിന് അവരുടെ കൾച്ചർ, അവരുടെ ട്രഡീഷൻ, അവരുടെ കസ്റ്റം എന്താണോ അത് പ്രൊട്ടക്ട് ചെയ്യാനും അത് പ്രിസർവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 29 സേസ് ദാറ്റ് ദ കൾച്ചറൽ, ലിംഗ്വിസ്റ്റിക്, റിലീജിയസ് മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു പ്രൊട്ടക്ട്, റൈറ്റ് ടു പ്രിസർവ് ആൻഡ് പ്രൊമോട്ട് ദെയർ കൾച്ചർ, ട്രഡീഷൻ ആൻഡ് കസ്റ്റം. ആർട്ടിക്കിൾ 30 മുന്നോട്ട് വയ്ക്കുന്നതല്ല. ആർട്ടിക്കിൾ 30 പറയുന്നതെന്ന് വെച്ചാൽ ദീസ് മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവർക്ക് അവരുടേതായ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എയ്ഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റൽ എയ്ഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ചെയ്യാൻ പാടില്ല. ഇത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അവർക്ക് എയ്ഡ് കൊടുക്കേണ്ട, അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളതാണ്. കാരണം മൈനോറിറ്റീസിനും അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാരി ഓൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. ഈ അവകാശങ്ങളാണ് റൈറ്റ് ടു കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് എന്ന് പറയുന്നത്. അതായത് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ മൈനോറിറ്റീസ്, ഇവരുടെ അവകാശങ്ങളെ കുറിച്ച്. ഇപ്പോൾ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ദേ പൊസസ് ഒരു കോമൺ കൾച്ചർ, കോമൺ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കോമൺ കസ്റ്റംസ്, അവരായി ഫോളോ ചെയ്യുന്ന അവരുടേതായ ഒരു കോമൺ ലാംഗ്വേജ് എല്ലാം ഉള്ളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും. ആ പീപ്പിൾ എന്ന് പറയുന്നത്, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ഔട്ട്നംബേർഡ് ആണ്. അല്ലെങ്കിൽ മറ്റ് മെജോറിറ്റി ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ റിലീജിയസ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്, കൾച്ചറൽ മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈനോറിറ്റീസിൻ്റെ അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 29 ഉം 30 പറയുന്നത്. നൗ ദ ലാസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്,
that is Article 32, right to constitutional remedies. Article 32, right to constitutional remedies. Article 32. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആൻഡ് 6th ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഈ ഒരു റൈറ്റിനെ അംബേദ്കർ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന അംബേദ്കർ പറയുന്നത് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹാർട്ട് ആൻഡ് സോൾ എന്നറിയപ്പെടുന്ന ഒരു പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 32 ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പം ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇപ്പം ഇത്രയും പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മളിപ്പോൾ ഒരുപാട് ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞു. ഈ റൈറ്റുകളൊക്കെ നിങ്ങൾക്ക് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ദാറ്റ് ഇൻഡിവിജ്വൽ ഹാവ് ദ റൈറ്റ് ടു move Supreme Court directly. That individual have the right to move Supreme Court and High Court directly. ഇപ്പോൾ ഏതെങ്കിലും വ്യക്തിക്ക് ഈ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ആ വ്യക്തികൾക്ക് ഡയറക്ട്ലി സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാം എന്നുള്ളൊരു പ്രൊവിഷൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 32, the people can move directly to the Supreme Court when his right is get violated. ഏതൊരു വ്യക്തിക്കും അവൻ്റെ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആർട്ടിക്കിൾ 32 പ്രകാരം ഏതൊരു വ്യക്തിക്കും സുപ്രീം കോടതിയെ സമീപിക്കാം. അപ്പോൾ ഈ സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും കേസുകൾ ഉണ്ടാകുമ്പോൾ കീഴ്ക്കോടതിയിൽ കൊടുത്തത് അപ്പീൽ വഴിയാണ് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് അല്ലേ. പക്ഷേ ഈ ഒരു അവകാശങ്ങൾ, അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഫണ്ടമെന്റൽ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ ആവുന്നത് എന്ന് പറഞ്ഞാൽ ഈ അവകാശങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന പ്രത്യേക പരിഗണന അല്ലെങ്കിൽ പ്രത്യേക പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. ആ ഒരു പ്രൊട്ടക്ഷനാണിത്. നിങ്ങൾക്ക് ഡയറക്ട്ലി സുപ്രീം കോടതിയെ, ഏതൊരു വ്യക്തിക്കും ഡയറക്ട്ലി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 32 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതിയെ നമ്മൾ സമീപിക്കാം. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയുടെ അധികാരമാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയുടെ അധികാരമാണ്. അപ്പം 32 എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും തൻ്റെ അവകാശം വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ സുപ്രീം കോടതിയെ ഡയറക്ട്ലി സമീപിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമ്മുടെ റൈറ്റുകൾ വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന് റെമഡി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ റെമഡിയാണ് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തേക്ക് ഭരണഘടന ഒരുപാട് പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ക്യാൻ മേക്ക് സ്പെഷ്യൽ ഓർഡേഴ്സ് കോൾഡ് റിട്സ്. റിട്ട് എന്ന് പറയുന്ന റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഭരണഘടന സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും നൽകുന്നുണ്ട്. അതായത് റിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഓർഡേഴ്സിന് പറയുന്ന പേരാണ് റിട്സ്. WRITS റിട്സ്. ഈ റിട്ടുകൾ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. 5ഓളം റിട്ടുകളുണ്ട്. ഒന്ന് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷററി, കോവാറന്റോ. അപ്പോൾ എന്താണ് ഈ റിട്ടുകൾ? എന്ത് തരത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. സോ ഹേബിയസ് കോർപ്പസ്. Habeas corpus എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്. ഇറ്റ്സ് ലിറ്ററൽ മീനിങ് ഈസ് ദാറ്റ് ടു ഹാവ് ദ ബോഡി ഓഫ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ്. ടു ഹാവ് ദ ബോഡി ഓഫ്, ഹാജരാക്കുക എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ആർട്ടിക്കിൾ 32 പ്രകാരം ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ആ പ്രൊവിഷൻസ് പ്രകാരം ഭരണഘടന പറയുന്നുണ്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്ത് ചെയ്യാം? റിട്ടുകൾ പുറപ്പെടുവിക്കാം, ചില സ്പെഷ്യൽ ഓർഡേഴ്സുകൾ പുറപ്പെടുവിക്കാം. അപ്പോൾ ആ ഓർഡേഴ്സുകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദോസ് റിട്സ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ റിട്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്. Its literal meaning is that to have the body of. To have the body of. ശരീരം ഹാജരാക്കുക എന്നുള്ള മീനിങ് ആണ് ഈ ഒരു ലാറ്റിൻ വേർഡിന്റെ ഹേബിയസ് കോർപ്പസിന്റെ മീനിങ്. അപ്പം ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഡീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഡീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്നുള്ള ഓർഡർ, അതിന് പുറപ്പെടുവിക്കുന്ന ഓർഡറാണ് ഹേബിയസ് കോർപ്പസ് എന്നുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഡീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഡീറ്റെയിൻ ഇൻഡിവിജ്വൽ ഷുഡ് ബി പ്രസന്റഡ് ബിഫോർ ദ
മജിസ്ട്രേറ്റിന് മുന്നിൽ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ ആ വ്യക്തിയെ എത്രയും പെട്ടെന്ന് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഹേബിയസ് കോർപ്പസ്. ദ സെക്കൻഡ് വൺ ഈസ് മാൻഡമസ്. മാൻഡമസ് എന്നുള്ളത് ഇതിന്റെ ലിറ്ററൽ മീനിങ്, ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ വേർഡ് മാൻഡമസ് ഈസ് വി കമാൻഡ്, കമാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇഫ് എ പബ്ലിക് ഓഫീസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസ് ഹോൾഡർ ഈസ് നോട്ട് ഡൂയിങ് ഹിസ് ജോബ്, അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് അദ്ദേഹം ചെയ്യേണ്ട ജോലികൾ ചെയ്യാതിരിക്കുമ്പോൾ ആൻഡ് ദെയർ ബൈ ഇൻഫ്രിഞ്ചിങ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ, അത് പ്രകാരം ജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ ആ പേഴ്സണോട് കമാൻഡ് ചെയ്യുക ടു ഡു ദാറ്റ് വർക്ക്, അതിന് പറയുന്ന പേരാണ് അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷനാണ് അല്ലെങ്കിൽ ആ ഒരു റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. മാൻഡമസ് ഈസ് ദ ഓർഡർ ഇഷ്യൂഡ് ബൈ ദ കോർട്ട് to give അല്ലെങ്കിൽ to command or to direct the person to do his legal duty. അവൻ്റെ ലീഗൽ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് ചെയ്യുന്നതിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓഫീസ് ഹോൾഡർ ഈസ് നോട്ട് ഡൂയിങ് ഹിസ് ഡ്യൂട്ടി അല്ലെങ്കിൽ നോട്ട് ഡൂയിങ് ഹിസ് ലീഗൽ ഡ്യൂട്ടി ആൻഡ് ദെർബൈ ഇൻഫ്രിഞ്ചിങ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ, ദാറ്റ് ടൈം എ കോർട്ട് ക്യാൻ, ദ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ക്യാൻ ഇഷ്യൂ ദീസ് ഓർഡർ. അപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുക, അദ്ദേഹത്തിൻ്റെ ലീഗൽ ഡ്യൂട്ടി, അദ്ദേഹം ആ ഡ്യൂട്ടി ചെയ്യേണ്ടതാണ്, ചെയ്യാതിരിക്കുക, അദ്ദേഹത്തിൻ്റെ ലീഗൽ ഡ്യൂട്ടി എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള ആ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ആ വ്യക്തിയോട് ഓർഡർ ചെയ്യുന്നതിനെ, ആ വ്യക്തിയോട് കമാൻഡ് ചെയ്യുന്നതിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത്, വി കമാൻഡ് എന്ന് പറയുന്നത്. നൗ ദ തേർഡ് റിട്ട് ഈസ് പ്രൊഹിബിഷൻ. Prohibition is to prohibit. When a high court, it is an order issued by a high court to the lower court when the lower court has considering a case going beyond its jurisdiction. ഒരു ലോവർ കോർട്ട് അതിൻ്റെ ജൂറിസ്ഡിക്ഷനിലല്ലാത്ത കേസുകൾ പരിഗണിക്കുകയാണെങ്കിൽ അതിൽ നിന്നും അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ കേസിൽ നിന്ന് അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നതിനാണ്. ആ കേസ് അത് എടുക്കാൻ പാടില്ല, അതിൻ്റെ പരിധിയിൽ വരാത്ത കേസുകൾ അത് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു റിട്ടാണ് അല്ലെങ്കിൽ ഒരു ഓർഡറാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് quo warranto. Quo warranto എന്ന് പറഞ്ഞാൽ the Supreme Court or High Court can issue an order when an office holder is holding an office but he is not entitled to hold that office. ഇപ്പോൾ ഒരു ഓഫീസ് ഹോൾഡർ, അയാൾ ആ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യാനുള്ള ആളല്ല, ലീഗലി അയാൾ അത് ആ ഓഫീസ് ഹോൾഡ് ചെയ്യാനുള്ള ആളല്ല. ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസർ, നിങ്ങൾ വില്ലേജ് ഓഫീസർ പോവാണ്, പക്ഷെ നിങ്ങളുടെ വില്ലേജ് ഓഫീസർ ആവേണ്ട ആളല്ല അയാൾ. അപ്പോൾ ലീഗലി അയാൾക്കെല്ലാം അധികാരം, പക്ഷെ അയാൾ ആ ഒരു ജോലി ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ ആളുകൾ അതിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ഓർഡറാണ്, റിട്ടാണ് കോ വാറന്റോ എന്നുള്ളത്. ഒരു ഓഫീസ് ഹോൾഡർ ലീഗലി ആ ഓഫീസ് ഹോൾഡ് ചെയ്യാനുള്ള ആളില്ല അല്ലെങ്കിൽ ആ എൻറ്റൈറ്റിൽഡ് അല്ല ലീഗലി, അങ്ങനെയുള്ള ആളുകൾ അതിൽ നിന്ന് ആ ഓഫീസിൽ നിന്നും റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനെയാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് റിട്ട് ഈസ് സെർഷ്യററി. സെർഷ്യററി എന്ന് പറയുന്നത് ലോവർ കോർട്ടുകൾ അല്ലെങ്കിൽ കീഴ്ക്കോടതികളിൽ കേസുകൾ പെൻഡിങ് ആയി കിടക്കുമ്പോൾ അത്തരം കേസുകൾ ഹയർ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്ന റിട്ടിനെയാണ് സെർഷ്യററി എന്ന് പറയുന്നത്. സെർഷ്യററി എന്ന് പറഞ്ഞാൽ ലോവർ കോടതികളിൽ കേസുകൾ പെൻഡിങ്ങിലാണെങ്കിൽ അത്തരം പെൻഡിങ്ങിലുള്ള കേസുകൾ ഹയർ കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ഓർഡറിനെയാണ് സെർഷ്യററി എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ റിട്ട് പ്രൊവൈഡഡ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ: ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ ആൻഡ് സെർഷ്യററി. Apart from these mechanisms or apart from these orders or apart from these provisions, we have other provisions called മൈനോറിറ്റീസിന് വേണ്ടിയിട്ട് അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിപ്രസ്ഡ് ക്ലാസ് ഓഫ് പീപ്പിളിൻ്റെ ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിനെ കുറിച്ച് പഠിക്കാൻ, അവരുടെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്നിറ്റിക്ക് വേണ്ടി അവരുടെ സോഷ്യൽ റെസ്പെക്റ്റിന് വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കാനും അതിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് കമ്മീഷൻസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്, പ്രാക്ടീസിലുണ്ട്. അതിൽ ഒരു കമ്മീഷനാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്മീഷനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. നൗ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ജുഡീഷ്യൽ അല്ലെങ്കിൽ കോടതികളുടെ റിട്ട് അല്ലെങ്കിൽ ഇത്തരം ഒരു സ്പെഷ്യൽ ഓർഡേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇതിനും അപ്പുറത്തേക്ക് ഭരണഘടനയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അവകാശങ്ങളെ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അത് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്
Commission. It was established in 1993. 1993 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കമ്മീഷനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വളരെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ജനങ്ങളുള്ള ഒരു രാജ്യം. ഒരുപാട് പോവേർട്ടി, അതുപോലെ തന്നെ ഇല്ലിറ്ററസി, എഡ്യൂക്കേഷനിൽ, എക്കണോമിക്കലി, പൊളിറ്റിക്കലി ഒക്കെ വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഒരുപാട് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇന്നും ഇല്ലിറ്ററേറ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു കേസിൽ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അധികം ബോധമില്ല, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇനി കോടതിയെ സമീപിക്കുക എന്നുള്ളത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്തരം കേസുകളിൽ പല ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PUCL പോലുള്ള പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് പോലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഇതിന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഗവൺമെൻറ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 1993 നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷന് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇതിൻ്റെ കോമ്പോസിഷൻ എന്താണ്? ഈ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് the composition of this commission include a former chief justice of സുപ്രീം കോടതിയുടെ ഒരു ഫോമർ ചീഫ് ജസ്റ്റിസ്, അതേപോലെ തന്നെ എ ഫോമർ ജഡ്ജ് ഓഫ് സുപ്രീം കോടതിയിലെ ഒരു ഫോമർ ജഡ്ജ്, ആൻഡ് എ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്, ഏതെങ്കിലും ഒരു ഹൈക്കോടതികളുടെ ഫോമർ ചീഫ് ജസ്റ്റിസ്, ആൻഡ് ഓൾസോ 2 members who have knowledge and practice or knowledge in human right related issues. ഹ്യൂമൻ റൈറ്റ് റിലേറ്റഡ് ഇഷ്യൂസിൽ നോളജ് ഉള്ള മറ്റ് 2 വ്യക്തികൾ, ഇവരടങ്ങിയിട്ടുള്ളൊരു കമ്മീഷൻ, ഒരു മൾട്ടി മെമ്പർ ബോഡിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. ഒരു മൾട്ടി മെമ്പർ ബോഡി. ബോഡിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. അതായത് എ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്, എ ഫോമർ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, former chief justice of high court, and 2 members having knowledge and practice in human right related issues. Human right related issues-ൽ knowledge ഉള്ള expertise ആയിട്ടുള്ള ആളുകൾ. Now, what are the functions of this commission? ഈ കമ്മീഷൻ അല്ലെങ്കിൽ what are the function of national human right commission? national human right commissionന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. It make അല്ലെങ്കിൽ it conduct inquiry at its own initiative. The Human Rights Commission, National Human Rights Commission conducts inquiry at its own initiative. സ്വന്തമായിട്ട് ഇനീഷ്യേറ്റീവിൽ ഇൻക്വയറീസ് നടത്തുക, അല്ലെങ്കിൽ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻക്വയറീസ് നടത്തുക, ഹ്യൂമൻ റൈറ്റ് വയലേഷൻ കേസുകളിൽ ഇൻക്വയറീസ് നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടു വിസിറ്റ് ഇൻ ജയിലുകളിൽ വിസിറ്റ് ചെയ്യുക, ജയിൽ മേറ്റ്സിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഇൻമേറ്റ്സിൻ്റെ അവസ്ഥകൾ, കണ്ടീഷൻസ് പഠിക്കുക, അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ പ്രൊമോട്ട് റിസർച്ച് ഇൻ ഹ്യൂമൻ റൈറ്റ് ഏരിയ, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് ഫീൽഡിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് റിലേറ്റഡ് ഇഷ്യൂസിൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്യലും കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെക്കൻഡ് ചാപ്റ്റർ ബിഗിൻ ചെയ്യുന്നത് 2 കേസ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മച്ചൻലാലിംഗ് എന്ന് പറയുന്ന ആളുടെ കേസ്, ആ സമയത്ത് അവിടുത്തെ ലോക്കൽ ഹ്യൂമൻ റൈറ്റ് ഗ്രൂപ്പുകൾ ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ഇടപെട്ടിട്ടാണ് മച്ചൻലാലിങ്ങിനെ റിലീസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ 77-ാമത്തെ വയസ്സിൽ, അപ്പോൾ 23-ാമത്തെ വയസ്സിൽ അറസ്റ്റ് ചെയ്തിട്ട് 77-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസിൽ ഇടപെടുക, അല്ലെങ്കിൽ സ്വന്തം ഇനീഷ്യേറ്റീവിൽ ഇടപെടുക, അല്ലെങ്കിൽ കംപ്ലൈൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെടുന്ന ഒരു അധികാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. പക്ഷേ ഈ ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും പ്രോസിക്യൂഷനുള്ള അധികാരമില്ല എന്നുള്ളത്. ദേ ഡസൻറ്റ് ഹാവ് ദ റൈറ്റ് ടു പ്രോസിക്യൂഷനുള്ള അധികാരമില്ല. ജസ്റ്റ് ദേ ക്യാൻ മേക്ക് റെക്കമെൻഡേഷൻസ് ഓൺ ബിഫോർ ദ ഗവൺമെൻറ്റിന് മുന്നിൽ റെക്കമെൻഡേഷൻസ് വെക്കാനുള്ള അധികാരം മാത്രമേ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനുള്ളൂ. എന്നാൽ പോലും ഇന്ന് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കേസുകളിൽ വളരെ ശക്തമായിട്ട് ഇടപെടുന്ന ഒരു കമ്മീഷനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. ഗുജറാത്ത് റൈറ്റ് പോലുള്ള കേസുകൾ, നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത കേസുകൾ, പല കേസുകളിലും ശക്തമായിട്ട് ഇടപെടുന്ന ഒരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ മെക്കാനിസത്തിനപ്പുറത്തേക്കൊക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപാട് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻസും ഒരുപാട് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകളും ഹ്യൂമൻ റൈറ്റ് ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് നമ്മുടെ ഈ ഹ്യൂമൻ റൈറ്റ്സിനെ, നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഈ റൈറ്റുകളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വളരെ എഫക്റ്റീവ് ആക്കുന്നത് എന്നുള്ളതാണ്. So far we have discussed the fundamental rights in our constitution, the 6 fundamental rights in our constitution, and the mechanism to provide to protect these rights also, like the rights in our constitution and also Human Rights Commission, National Human Rights Commission. I hope you guys have understood this session. Thank you.